ലഹരി വിമുക്ത കേരളം പ്രസംഗം. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി, പ്രിൻസിപ്പൽ, അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ലഹരി വിമുക്ത കേരളം എന്നതാണ്. ലഹരി എന്നത് ഒരു കാര്യത്തോടുള്ള കടുത്ത കമ്പം അല്ലെങ്കിൽ താല്പര്യം എന്നതാണ്. ലഹരി വിമുക്ത കേരളം എന്നത് ഓരോരുത്തരുടെയും ലക്ഷ്യമാണ്. പണ്ടുകാലങ്ങളിൽ ആൺകുട്ടികളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ലഹരി ഇന്ന് പെൺകുട്ടികളും ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രായഭേദ വ്യത്യാസമില്ലാതെ കുട്ടികൾ ഇന്ന് ലഹരി ഉപയോഗിക്കുന്നു. ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെയും വേണമെന്ന നിലയിലേക്ക് എത്തിച്ചേരുന്നു. പിന്നീട് ഒരു തിരിച്ചുകയറ്റം വളരെ പ്രയാസമാണ്. ഒരു മാരക രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ ലാഭകരമാണ് വരുന്നതിന് മുമ്പ് തടയുക എന്നത്. ലഹരിയുടെ രുചി അറിയാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമമെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. കുട്ടികൾ ഒരു പൂന്തോട്ടത്തിലെ മൊട്ടുകൾ പോലെയാണ്. അവരെ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും വളർത്തണം. കാരണം അവർ രാജ്യത്തിൻ്റെ ഭാവിയും നാളത്തെ പൗരന്മാരുമാണ് എന്നാണ് ജവഹർലാൽ നെഹ്റു കുട്ടികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓരോ കുട്ടികളും രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നവരാണ്. അവരെ സുരക്ഷിതമായി വളർത്തുക എന്നത് ഓരോരുത്തരുടെയും കടമയാണ്. അതിനുവേണ്ടി കേരള പോലീസ് നടപ്പിലാക്കുന്ന ഏറ്റവും പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്നത്. കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച മയക്കുമരുന്ന് വിരുദ്ധ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിൻ്റെ പേരാണ് ഓപ്പറേഷൻ തണ്ടർ എന്നത്. ജനപങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പിന്തുണ അത്യാവശ്യമാണ്. നമ്മളാൽ കഴിയുന്ന സഹായം നൽകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലഹരി വിമുക്ത കേരളം എന്നത് സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കും. ലഹരി ഉപയോഗിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയല്ല, മറിച്ച് അവരെ സ്നേഹത്തോടെ പിന്തുണച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ശ്രമിക്കണം. നമ്മുടെ ചുറ്റുമുള്ളവരെ നന്നാക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. എന്നാൽ മാത്രമാണ് വരും തലമുറയെ നമുക്ക് സംരക്ഷിക്കാനാകൂ. ലഹരിയുടെ ഉപയോഗം ശാരീരികവും മാനസികവുമായ വളർച്ചയെ ബാധിക്കുന്നു എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയാണ് ലഹരിക്ക് അടിമപ്പെടാനുള്ള പ്രധാന കാരണം. വ്യത്യസ്ത തരത്തിലുള്ള ലഹരി വിൽപ്പനക്കാർ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ അടിമപ്പെടുത്തുന്നു. പിന്നീട് പഠനത്തോടും മാതാപിതാക്കളോടുമുള്ള അവരുടെ താല്പര്യം കുറയുന്നു. ലഹരിയുടെ ഉപയോഗം പ്രതിരോധശക്തി കുറയ്ക്കുകയും ഓർമ്മക്കുറവിന് കാരണമാകുകയും ചെയ്യുന്നു. മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും കൊന്നുകളയാനുള്ള ശേഷി ലഹരിക്കുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ലഹരിയെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കുവാൻ ഓരോരുത്തരും ശ്രമിക്കണം. ലഹരിമുക്ത ഒരു നാളേക്കായി, ആരോഗ്യമുള്ള ഒരു സമൂഹത്തിനായി നമുക്ക് ഒരുമിച്ച് പോരാടാം. ജീവിതമാകുന്ന ലഹരിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന് ഈ അവസരത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.